നമസ്കാരം. സകലമാന കേരളം തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് പത്രികാ സമർപ്പണം തുടരുന്നു. പന്ന്യൻ രവീന്ദ്രനും എ വിജയരാഘവനും പത്രിക നൽകി. പത്രികാ സമർപ്പണം മറ്റന്നാൾ വരെ. കുടിവെള്ളത്തിന്റെ പേരിൽ തർക്കം. കുറ്റിപ്പുറത്ത് സഹോദരങ്ങൾക്ക് വെട്ടേറ്റു. ഒരാളുടെ നില ഗുരുതരം. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. അപകടം തുടർച്ചയായ മൂന്നാം ദിവസം. കടലാക്രമണ ആശങ്കയൊഴിയാതെ തീരമേഖല. നിരവധി കുടുംബങ്ങൾ ക്യാമ്പുകളിൽ. സഞ്ചാരികൾക്കിനി ഇരവികുളം യാത്ര പ്ലാൻ ചെയ്യാം. 2 മാസത്തിനു ശേഷം നാഷണൽ പാർക്ക് തുറന്നു. പ്രവേശനം രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ. വിശദമായ വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം മുതലപ്പുഴയിൽ ഇന്നും വള്ളം മറിഞ്ഞു. 3 മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. മീൻ പിടിക്കാൻ പോയി തിരികെ വന്നപ്പോഴായിരുന്നു അപകടം. ഇന്നലെ ഇവിടെ 2 വള്ളം മറിഞ്ഞ് തൊഴിലാളികൾക്ക് പരുക്കേറ്റിരുന്നു. തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിലുണ്ടായ കടൽക്ഷോഭത്തെ തുടർന്ന് നെയ്യാറ്റിൻകര താലൂക്കിലെ 53 പേരെ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കുളത്തൂർ വില്ലേജിലെ പൊഴിയൂർ ഗവൺമെന്റ് UP സ്കൂളിലും കരകുളം വില്ലേജിലെ പുല്ലുവിള ലിയോ 13 സ്കൂളിലുമാണ് ക്യാമ്പുകൾ തുറന്നത്. 14 കുടുംബങ്ങളാണ് പൊഴിയൂർ ഗവൺമെന്റ് UPSലുള്ളത്. 11 പുരുഷന്മാരും 11 സ്ത്രീകളും ഒരു കുട്ടിയുമടക്കം 23 പേരാണ് ഇവിടെയുള്ളത്. പുല്ലുവിള ലിയോ 13 സ്കൂളിൽ 19 കുടുംബങ്ങളിൽ നിന്നായി 30 പേരുണ്ട്. 10 പുരുഷന്മാരും 17 സ്ത്രീകളും 3 കുട്ടികളുമാണ് ക്യാമ്പിൽ കഴിയുന്നത്. വിഴിഞ്ഞത്ത് കടൽ തിരകളെ വകവയ്ക്കാതെ അന്നം തേടിയിറങ്ങിയ മത്സ്യത്തൊഴിലാളികളുടെ വള്ളത്തിന് ലഭിച്ചത് കൂറ്റൻ തളമീൻ. വടക്കൻ ജില്ലകളിൽ വൻ ഡിമാൻഡുള്ളതാണ്. ചിലയിടങ്ങളിൽ ഓലമീനെന്നും അറിയപ്പെടുന്നു ഇവ. 20 കിലോയോളം ഭാരം വരുന്ന 7 മീനുകൾക്കുമായി 30,000-ലേറെ രൂപയാണ് ലേലത്തിലൂടെ ലഭിച്ചത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൂടുതലായി ലഭിക്കുന്ന ഈ മീനിന് കയറ്റുമതി മാർക്കറ്റിലും വൻ ഡിമാൻഡുണ്ട്. ചൂട് കൂടിയ മാസങ്ങളിലാണ് ഇവ കരയിലേക്ക് വരാറുള്ളത്. ചൂണ്ടയിലാണ് ഇവയെ സാധാരണ പിടികൂടാറുള്ളത്. വലയിട്ടാൽ ഇതിന്റെ ശക്തിയേറിയ കൊമ്പുകൾ കൊണ്ട് ഇവ മുറിച്ചു കടന്നു കളയും. 35 കിലോ വരെയുള്ള മീനിനെ വിഴിഞ്ഞത്ത് കിട്ടിയിട്ടുണ്ട്. മലപ്പുറം കുറ്റിപ്പുറത്ത് കുടിവെള്ളത്തെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് വെട്ടേറ്റു. സഹോദരങ്ങളായ ആറുമുഖൻ, മണി എന്നിവർക്കാണ് വെട്ടേറ്റത്. പരിക്കുപറ്റിയ ഒരാളെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റൊരാളെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ക്വാർട്ടേഴ്സ് താമസക്കാർ തമ്മിലുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. കുറ്റിപ്പുറം പോലീസ് അന്വേഷണം തുടങ്ങി. മൂന്നാർ ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും തുറന്നു. വരയാടുകളുടെ പ്രജനന കാലത്തോടനുബന്ധിച്ച് 2 മാസത്തേക്കാണ് പാർക്ക് അടച്ചിട്ടത്. മധ്യവേനലവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും കൂടി. ഉദ്യാനം തുറന്നതോടെ സഞ്ചാരികളുടെ തിരക്കിനിയും കൂടുമെന്നാണ് പ്രതീക്ഷ. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം. ഇടുക്കി ചെങ്കുളം അണക്കെട്ടിന്റെ സമീപ മേഖലകളിൽ മാലിന്യ നിക്ഷേപം രൂക്ഷം. രാത്രികാലത്താണ് ഇവിടെ മാലിന്യം തള്ളുന്നത്. കർശന നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആകെയുള്ള 5 സെന്റ് ഭൂമിയിൽ കാർഷിക വിപ്ലവം തീർക്കുകയാണ് ഇടുക്കിയിലെ ഒരു കർഷകൻ. അടിമാലി കുരിശുപാറ സ്വദേശി സണ്ണിയാണ് പരിമിതമായ സ്ഥലത്തും പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ഭീമൻ ചേനയും വാഴക്കുലയുമൊക്കെ വിളയിച്ചെടുക്കുന്ന ധാരാളം കർഷകർ ഹൈറേഞ്ചിലുണ്ട്.
ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായൊരു കർഷകനാണ് അടിമാലി കുരിശുപാറ സ്വദേശി മൂഴിക്കുഴിയിൽ സണ്ണി. തന്റെ 5 സെന്റ് ഭൂമിയിലെ പച്ചക്കറി കൃഷിയിലൂടെ മികച്ച വിളവ് നേടിയ കർഷകനാണ് സണ്ണി. 800 ഗ്രാം മുതൽ 1.25 കിലോ വരെ തൂക്കമുള്ള കത്തിരിക്കയാണ് സണ്ണിയുടെ കൃഷിയിടത്തിലെ പ്രമുഖൻ. ഞാൻ നേരത്തെ മുതൽ ഒരു 5-8 വർഷമായിട്ട് പച്ചക്കറി കൃഷി നന്നായിട്ട് നടത്താറുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 700 ഗ്രാം വരെയുള്ള കത്തിരിക്കയും വഴുതനയൊക്കെയായിരുന്നു ഞാൻ പറിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം ഞങ്ങൾക്ക് 850 ഗ്രാം മുതൽ 825 ഗ്രാം മുതൽ 1.25 കിലോ വരെയുള്ളത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ഒരു 1.5 കിലോ ഗ്യാരണ്ടി നമുക്കിത് കിട്ടുമെന്നുള്ളതിന് ഉറപ്പുണ്ട്. കാരണം എന്നാ വെച്ചാൽ എൻ്റെ പണിയുടെ സാഹചര്യം വെച്ച് നോക്കുന്ന അല്പം കൂടെ വളർത്തിയെടുക്കാമെന്ന് എനിക്ക് ഉറപ്പായിട്ടൊരു വിശ്വാസമുണ്ട്. ക്യാബേജ്, തക്കാളി, പയർ, ബീൻസ്, ചീര, പച്ചമുളക് എന്നിവയെല്ലാം സണ്ണിയുടെ കൃഷിയിടത്തിലുണ്ട്. പള്ളിവാസൽ കൃഷിഭവനിൽ നിന്നുള്ള സഹായങ്ങളും നിർദ്ദേശങ്ങളും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. വർഷങ്ങളായി സണ്ണിയും കുടുംബവും ഇവിടെ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നു. ജൈവ കൃഷി മാതൃകയാണ് ഇവർ പിന്തുടരുന്നത്. സ്ഥലം പരിമിതമാണെങ്കിലും ഓരോ വർഷവും വ്യത്യസ്ത ഇനങ്ങളിലൂടെ കൂടുതൽ വിളവും വരുമാനവും നേടാൻ കഠിനാധ്വാനം ചെയ്യുന്ന സണ്ണിയും കുടുംബവും മറ്റ് കർഷകർക്ക് മാതൃകയാണ്. അടുത്ത വിളവെടുപ്പിന് 2 കിലോഗ്രാം തൂക്കമുള്ള കത്തിരിക്ക ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഈ കർഷക കുടുംബം. ന്യൂസ് 18 ഇടുക്കി. എമ്പ്രാന്തിരി ക്ഷേമസഭയുടെ വേദമന്ത്ര പഠന ശിബിരത്തിന് പാലക്കാട് തുടക്കമായി. അണ്ടലാടി ആസ്ഥാന മന്ദിരത്തിൽ ആരംഭിച്ച വേദപഠന ശിബിരം പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമസഭ പ്രസിഡന്റ് JM ഉണ്ണി എമ്പ്രാന്തിരി അധ്യക്ഷനായി. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വയോധികൻ തെങ്ങിൻ മുകളിൽ കുടുങ്ങി. കഞ്ഞിക്കുഴി ചുരുളി പതാൽ സ്വദേശി ഗോപിയാണ് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട് തെങ്ങിന് മുകളിൽ കുടുങ്ങിയത്. സമീപത്തെ പുരയിടത്തിലെ തെങ്ങ് വെട്ടിമാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അപകടം. ഇടുക്കിയിൽ നിന്നും ഫയർഫോഴ്സും കഞ്ഞിക്കുഴി പോലീസും എത്തിയാണ് താഴെ ഇറക്കിയത്. അവശനിലയിലായ ഗോപിയെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുവായൂർ മേൽപ്പാല നിർമ്മാണം പൂർത്തിയായിട്ടും പാലത്തിനടിയിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ ഇതുവരെ നടപ്പായിട്ടില്ല. കരാർ കമ്പനി ജീവനക്കാരുമായി MLA വിളിച്ചു ചേർത്ത യോഗത്തിലും നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള നടപടികളുമുണ്ടായില്ല. രാജുഗുരുവായൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗുരുവായൂർ മേൽപ്പാലം കഴിഞ്ഞ നവംബറിലാണ് പൂർത്തിയായത്. എന്നാൽ ഇതിൻ്റെ അടിഭാഗത്ത് നടക്കേണ്ട പ്രവൃത്തികളൊന്നും തന്നെ കരാറുകാരൻ പൂർത്തിയാക്കിയിട്ടില്ല. പല അവധികൾ ഗുരുവായൂർ MLA NK അക്ബറിനോട് പറഞ്ഞു എങ്കിലും ഇതേവരെ കരാറുകാരൻ ഈ തീയതികളിലൊന്നും ഇതിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്. അവരോട് തന്നെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. 2023 നവംബർ മാസത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞതാണ് നമ്മുടെ മേൽപ്പാലം. അതിനുശേഷം ഗുരുവായൂർ ഏറ്റവും വലിയ പീക്ക് തിരക്ക് വരുന്ന സീസണായിരുന്നു നമ്മുടെ മണ്ഡലകാലം, അതുപോലെ ഗുരുവായൂർ ഉത്സവം. ഈ സമയങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതിൻ്റെ ഒരു അടിസ്ഥാന വിഷയമുണ്ട് ഗുരുവായൂർ നഗരസഭയെ സംബന്ധിച്ച്, ഗുരുവായൂർ ക്ഷേത്രനഗരിയെ സംബന്ധിച്ച്. ആ സാഹചര്യത്തിൽ ഈ മേൽപ്പാലത്തിൻ്റെ അടിവശത്ത് പല ഘട്ടങ്ങളിലായി പല ഓഫറുകളും നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവായൂർ നിയോജകമണ്ഡലം MLA അതുപോലെ നമ്മുടെ ചെയർമാനൊക്കെ നടത്തുകയുണ്ടായി. അതിലൊന്ന് ആദ്യം അവർ പറഞ്ഞിരുന്നത് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. അവിടെ ഉള്ള പാർക്കിങ്ങിൻ്റെ അപര്യാപ്തത പരിഹരിക്കുന്നതിനായി മേൽപ്പാലത്തിന് അടിവശം പാർക്കിംഗ് ഒരുക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം മനോഹരമായ പൂന്തോട്ടം നിർമ്മിക്കാമെന്ന് പറഞ്ഞു, ഓപ്പൺ ജിം, എന്തൊക്കെ പ്രഖ്യാപനങ്ങളുണ്ടായാലും ഇതുവരെയായിട്ടും ഈ പാലത്തിൻ്റെ അടിവശം ഉപയോഗശൂന്യമാകുക മാത്രമല്ല നമുക്കെല്ലാം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെണ്ടക്കാരും അങ്ങനെയുള്ള പല അനധികൃതമായ ആളുകളൊക്കെ വന്നു കിടന്ന് ഇവിടെ കുറേ വേസ്റ്റുകളും കാര്യങ്ങളും ആയി കിടക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. ഇപ്പോഴും ഇത്രയും ഒരു ഏരിയ സ്ഥലം ഇവിടെ ഗുരുവായൂർ ഈ അമ്പലത്തിൻ്റെ ക്ഷേത്രനടയോട് ചേർന്ന് എൻ്റെ വശത്തായിട്ട് കിടക്കുന്നത് ഉപയോഗ്യമാക്കാൻ, ഇത്രയും തിരക്കുള്ള സമയങ്ങളിൽ ഒന്നും അത് ഉപയോഗ്യമാക്കാൻ നഗരസഭയോ അല്ലെങ്കിൽ നമ്മുടെ MLAയോ അതിനെ ഒരു ശുഷ്കാന്തി MLA ഉദ്യോഗസ്ഥരുടെ അടുത്ത് ശാസിച്ചു അല്ലെങ്കിൽ അവരോട് ചൂടായി സംസാരിച്ചു എന്നൊക്കെ നമുക്ക് പത്രങ്ങളിൽ വാർത്തകളിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഇതൊന്നും നിർവഹിക്കപ്പെടുന്നില്ല. ഈ കാര്യങ്ങളൊന്നും ഒരു വലിയൊരു സൗകര്യം ഇവിടെ ഒരുക്കി കൊടുക്കാൻ പറ്റും. ഇവിടെ വൃത്തിയാക്കി ആ കട്ടകൾ വിരിച്ചു കഴിഞ്ഞാൽ ആ വാഹനങ്ങൾ 2 വീലേഴ്സിനും പാർക്കിംഗ് ഇവിടെ അനുവദിക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരുപാട് തിരക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. എന്തായാലും ഈ തിരക്കുകൾ മണ്ഡലകാലം
അതുപോലെ തന്നെ ഉത്സവമൊക്കെ കഴിഞ്ഞു. ഇനിയും വരുന്നുണ്ട് തിരക്കുകൾ. വെക്കേഷനാണ് ആവാൻ പോണേ. ആ സമയത്തെങ്കിലും ഈ തിരക്കുകൾ വരുമ്പോൾ തിരക്ക് കുറയ്ക്കുന്നതിന് ഈ സ്ഥലം യൂട്ടിലൈസ് ചെയ്യുവാൻ, അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വെറുതെ കിടന്ന് കച്ചറയാക്കി കിടക്കാതെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യാൻ ഇതൊരു നല്ല ചിന്ത അധികൃതർക്ക് വരട്ടെ എന്ന് ആശിക്കുന്നു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പരിസരവും അതിൻ്റെ താഴ്ഭാഗവും വളരെ വൃത്തിഹീനമായ രീതിയിലാണ് നിലവിൽ ഉള്ളത് എന്നുള്ള സത്യം ഏതൊരാൾക്കും ഇവിടെ വന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ഒരു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് മുമ്പും ഞങ്ങൾ നഗരസഭാ അധികൃതരോട് ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഗുരുവായൂർ നഗരസഭയിലെ ബന്ധപ്പെട്ട അധികൃതർ തീർച്ചയായിട്ടും ഈ പരിസരം പരിശോധിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ക്ലീനിങ് സംവിധാനങ്ങൾ ഒരുക്കാൻ ഇവിടുത്തെ കച്ചവടക്കാരെല്ലാവരും ഒപ്പം ചേർന്ന് നിൽക്കുമെന്നും മാത്രമല്ല, നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന ഈ പ്രദേശത്തെ കച്ചവടക്കാർ, അതായത് 10 രൂപ പോലും വിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്ന ഈ അവസരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾക്കിടയിലും ഈ പരിസരം വൃത്തിയാക്കാൻ ഈ പരിസരത്തെ കച്ചവടക്കാർ ഒപ്പമുണ്ടാകുമെന്ന് കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. കഴിഞ്ഞ നവംബർ മാസ ഉദ്ഘാടനത്തിന് ശേഷം, മേൽപ്പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം ഇതിൻ്റെ കീഴ്വശം യാതൊരുവിധ വൃത്തികേടായി കിടക്കുകയാണ്. അതൊന്നും ശരിയാക്കാനോ അതിന് നടപടി ചെയ്യാൻ ഇതുവരെ അധികാരികൾക്ക് നേരം കിട്ടിയില്ല. വനം വകുപ്പ് വിഭാവനം ചെയ്ത ഫെൻസിംഗ് പദ്ധതി കുടികളിൽ മാത്രമായി നടപ്പാക്കേണ്ടെന്ന് ഇടുക്കി ചിന്നക്കനാലിലെ ഗോത്ര ജനത. കൃഷിഭൂമിയും സംരക്ഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇടുക്കി ചിന്നക്കനാൽ ചെമ്പകത്തൊഴുകുടി നിവാസികളാണ് വനം വകുപ്പ് പ്രഖ്യാപിച്ച ഹാങ്ങിംഗ് ഫെൻസിംഗ് പദ്ധതിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. കുടികൾക്ക് ചുറ്റുമായി മാത്രം ഫെൻസിംഗ് വേണ്ടെന്നാണ് ഇവരുടെ നിലപാട്. കൃഷിഭൂമിയും ഒപ്പം സംരക്ഷിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. അത് വേണ്ടെന്ന് പറയാൻ കാരണം, ഞങ്ങളുടെ കുടി തൊട്ടടുത്താണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാലം വരെ വേലി ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങളുടെ കൃഷി മേഖല മൊത്തത്തിൽ വിടുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഞങ്ങൾ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്ത അടയാളം ഇല്ലാതെ കുടി തൊട്ടടുത്താണെങ്കിൽ ഞങ്ങളുടെ കൃഷി മേഖല മൊത്തം പോകും. ആയതുകൊണ്ട് കുടിമേഖലയ്ക്ക് മാത്രമാണെങ്കിൽ വേണ്ട എന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞ് നിവേദനം കൊടുത്തിട്ടുണ്ട്. കാണിക്കുടിയിൽ ഇതുവരെയും കാട്ടാന ആക്രമണം ഉണ്ടായിട്ടില്ല. കൃഷിഭൂമി പതിവായി കാട്ടാനക്കൂട്ടം നശിപ്പിക്കാറുണ്ട്. കുടികളിൽ മാത്രമായി വേലി ഒതുക്കാതെ തങ്ങളുടെ ജീവിതമാർഗവും സംരക്ഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കാരണം കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ കിടക്കുന്നവർക്ക് ആനയുടെ ശല്യം ഇതുവരെ ഞങ്ങൾ ഒരു കാവൽ ഷെഡ് പോലും കാണിച്ചിട്ടില്ല. കൃഷി കളഞ്ഞാൽ പോലും ഞങ്ങൾ ഇതുവരെ ഒരു പരിഹാരമൊന്നും വാങ്ങിയിട്ടില്ല. കാരണം നമുക്ക് പട്ടയം ഉണ്ടാക്കി തരുവാണെങ്കിൽ അത് മിക്കവും നന്നായിരിക്കും. 2003 ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയ ശേഷവും മതികെട്ടാൻ ചോലയോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ 47 ജീവനുകൾ കാട്ടാന ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു. ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയും നിരവധി വീടുകളും കാട്ടാനകൾ നശിപ്പിച്ചു. കാട്ടാന ശല്യം കുറയ്ക്കുന്നതിനായാണ് ചിന്നക്കനാലിലെ പന്തടിക്കളം, ചെമ്പകത്തൊഴുകുടി, സിംഗുകണ്ടം, ബിയൽറാം മേഖലകളിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് ഒരുക്കാൻ വനംവകുപ്പ് പദ്ധതി ഒരുക്കിയത്. പന്തടികളത്ത് 5ഉം ബിയൽറാമിൽ 3ഉം സിംഗുകണ്ടത്ത് 8 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഫെൻസിംഗ് ഒരുക്കുക. കാട്ടാന ശല്യം ഏറ്റവും രൂക്ഷമായ 301 കോളനിയെ മുൻപേ തന്നെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കൃഷിഭൂമി സംരക്ഷിക്കാത്ത പദ്ധതി നടപ്പാക്കേണ്ടെന്നാണ് ചെമ്പകത്തൊഴുകുടി നിവാസികളുടെ നിലപാട്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം ആറ്റിങ്ങൽ ടൗണിലെ ഷോപ്പിംഗ് സെന്ററിന്റെ ഗോഡൌണിൽ തീപിടുത്തം. ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്കിൽ KSRTC ഗ്യാരേജിന് എതിർവശം പ്രവർത്തിക്കുന്ന ബഡാ ബസാർ എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണിലാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. ആറ്റിങ്ങൽ ഫയർഫോഴ്സിൽ നിന്ന് 4 യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആറ്റിങ്ങലിലെ ഏറെ തിരക്കേറിയ മേഖലയാണിത്. മറ്റു കെട്ടിടങ്ങളിലേക്ക് പടർന്നു പിടിക്കാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ദീർഘദൂര യാത്രക്കാർക്ക് വർഷങ്ങളായി നോമ്പുതുറയൊരുക്കുകയാണ് മലപ്പുറം എടരിക്കോട് ജുമാ മസ്ജിദ് കമ്മിറ്റി. യാത്രക്കാരടക്കം 500ഓളം പേരാണ് ദിവസവും മസ്ജിദ് മുറ്റത്തൊരുക്കുന്ന നോമ്പുതുറയിൽ പങ്കാളികളാകുന്നത്. മസ്ജിദ് കമ്മിറ്റി ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. കായംകുളത്ത് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്ത വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തുക തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് 6 മാസം കഴിഞ്ഞിട്ടും നൽകാത്തതിനെ തുടർന്ന് നിക്ഷേപകർ സംഘത്തിനു മുന്നിൽ പ്രതിഷേധിച്ചു. കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകൾ പരിധിയെ പ്രവർത്തിക്കുന്ന സഹകരണ സംഘത്തിൽ ആയിരക്കണക്കിന് നിക്ഷേപകരുടെ 4 കോടിയോളം രൂപ നൽകാനുണ്ട്.
ചാരുമൂട്, നൂറനാട്, താമരക്കുളം, വള്ളിക്കുളം, ആദിക്കാട്ടുകുളങ്ങര പ്രദേശങ്ങളിലെ വ്യാപാരികൾ അടക്കമുള്ളവരാണ് നിക്ഷേപകരിൽ അധികവും. ഈ മേഖലകളിൽ നിന്ന് മാത്രമായി 1,56 ലക്ഷം രൂപയാണ് നിക്ഷേപമായി ബാങ്കിലുള്ളത്. ഇത് ലഭിക്കുന്നതുവരെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നാണ് നിക്ഷേപകർ പറയുന്നത്. എൻ്റെ ഹസ്ബൻഡിനായിരുന്നു ഈ നിക്ഷേപത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ലിജൻ എന്നാണ്. ഞങ്ങൾ പത്താംകുറ്റിയിൽ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ കട നടത്തുമായിരുന്നു. കഴിഞ്ഞ 19-ാം തീയതി ഫെബ്രുവരി 19-ാം തീയതി അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. അതിനു മുമ്പും കൊടുത്ത് ഇതിലൊരു തിരിമറിയെന്ന് കണ്ട സമയം മുതൽ ഇതിൻ്റെ പുറകെ ഒരുപാട് അലഞ്ഞത് അദ്ദേഹം അത് തിരിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട്. സമ്മർദ്ദം, മാനസിക സമ്മർദ്ദവും സാമ്പത്തിക സമ്മർദ്ദവും ഒരുപാടുണ്ടായിരുന്നൊരു സമയത്താണ് ഇത് സംഭവിക്കുന്നത്. സംഭവിച്ച ശേഷമോ ഒരു ഇടപെടലോ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആ സമയം മുതൽ ഈ സമയം വരെയും എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു. നടക്കാത്ത സ്ഥിതിക്ക് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എനിക്ക് അദ്ദേഹം കൊടുത്ത 1 രൂപ കുറയാതെ കിട്ടിയേ പറ്റത്തുള്ളൂ. അത്ര കഷ്ടപ്പെട്ട് കൊടുത്തതാണ്. ഇതിൻ്റെ പുറകെ അത്ര അലഞ്ഞതാണ്. ചാരുമൂട് വ്യാപാരി വ്യവസായി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി തുടങ്ങി. അത് വ്യാപാരികളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സൊസൈറ്റിയായിരുന്നു. അത് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇപ്പം ഞങ്ങളുടെ കോടികൾ, അത് ചാരുമൂട് മേഖലയുടെ മാത്രം 1.5 കോടി രൂപയാണ് ഇപ്പോൾ പോയേക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും വന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഫണ്ടില്ല, ഫണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. പക്ഷേ ഞങ്ങൾക്കതറിയേണ്ട കാര്യമില്ല. സെക്രട്ടറിയും പ്രസിഡൻറ്റും ട്രഷററും ചേരാതെ ഈ അടിച്ചുമാറ്റി നടക്കത്തില്ല. ഇവർ 3 പേരും സെക്രട്ടറിയോട് ഇവിടെ ഒന്ന് ചോദിക്കുമ്പം ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു സെക്രട്ടറിയാണ് കണ്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ കിട്ടിയേ പറ്റൂ. ഓട്ടോ തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, അങ്ങനെ വളരെ പാവപ്പെട്ട തൊഴിലാളികൾ 10 രൂപ, 50 രൂപ, 100 രൂപ, 500 രൂപയൊക്കെ വീതം ഇട്ട് സമാഹരിച്ച പൈസയാണ്. ഇത് കാരണം 2 പേരിപ്പം അറ്റാക്ക് വന്ന് മരിച്ചു. ഇങ്ങനെയുള്ള ഒരു കൃത്രിമം അറിഞ്ഞണക്കെ. ദേശീയ സേവാഭാരതിക്ക് ഭൂമിദാനവും ഭവന കൈമാറ്റവും നടന്നു. ആലപ്പുഴ ചമ്പക്കുളം പുല്ലങ്ങാടി സ്വദേശി ബാലരാജന്റെ ഓർമ്മയ്ക്കായാണ് ഭൂമിയും വീടും കൈമാറിയത്. വിഭാഗ് സംഘചാലക് CP മോഹനചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 98 സെന്റ് ഭൂമിയുടെയും വീടിന്റെയും ആധാരം രാജമ്മ ബാലരാജൻ കൈമാറി. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഇനി തിരഞ്ഞെടുപ്പ് വാർത്ത നോക്കാം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ-പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. സംസ്ഥാനത്ത് പത്രികാ സമർപ്പണം തുടരുകയാണ്. 4-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തീർച്ചയായിട്ടും ഈ ആവേശം കാണുന്നുണ്ട്. ആവേശമാണ് ആവേശമാണ്. നമ്മളൊന്നും മുൻകൂട്ടി തീരുമാനിക്കാതെ തന്നെ ആളുകൾ വന്നിട്ടുണ്ട്. ഇതൊരു നല്ല അനുഭവം തുടർന്നു. വിജയപ്രതീക്ഷ ഈ ഘട്ടത്തിൽ എത്രത്തോളം? കാരണം ഉറപ്പല്ലേ, ഈ 2025 ബൈ ഇലക്ഷനിലെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ, അന്ന് 74,000 ആണെങ്കിൽ ഇന്ന് 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A വിജയരാഘവനും പത്രിക നൽകി. UDF സ്ഥാനാർത്ഥി ശശി തരൂർ നാളെയും BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ 4-ാം തീയതിയും പത്രിക നൽകും. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി V ജോയ് നാളെ പത്രിക സമർപ്പിക്കും. ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും നാളെയാണ് നാമനിർദ്ദേശ പത്രിക നൽകുക. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ ബുധനാഴ്ച പത്രിക നൽകും. UDFന്റെ അടൂർ പ്രകാശ് 4-ാം തീയതിയാണ് പത്രിക നൽകുക. സോഷ്യൽ മീഡിയ റീൽസിലൂടെ പ്രചരണം പൊടിപൊടിക്കുകയാണ് ഇടുക്കിയിലെ സ്ഥാനാർത്ഥികൾ. 3-ാം അംഗത്തിനിറങ്ങുന്ന LDF UDF സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും സോഷ്യൽ മീഡിയ താരങ്ങളായി മാറിയിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് മണ്ഡലത്തിൽ വൈകിയാണ് പ്രചരണം ആരംഭിച്ചതെങ്കിലും നവമാധ്യമങ്ങളിൽ നിറയുന്ന കാഴ്ചയാണ്. 3 അഭിഭാഷകരാണ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നതെന്നതും പ്രത്യേകതയാണ്.
ഇടുക്കിയിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം ഭൂപ്രശ്നങ്ങളും വന്യമൃഗശല്യവും എല്ലാമാണെങ്കിലും സിനിമകളുടെ പ്രമോഷൻ വീഡിയോകളെ മാറ്റി നിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ വീഡിയോകൾ കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ നിറയുകയാണ് ഇടുക്കിയിലെ മുന്നണി സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന മുഖവും കിടു BGM-ഉം ക്യാമറ ഷോട്ടുകളും ഒന്നിക്കുമ്പോൾ സംഭവം പൊളി തന്നെ. 30 സെക്കൻഡ് ദൈർഘ്യമുള്ള റീലുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകാൻ നിമിഷങ്ങൾ മാത്രം മതി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല വ്യൂസും കിട്ടും. ഓരോ ദിവസങ്ങളുടെയും പ്രത്യേകതകൾ വെച്ചുള്ള ആശംസാ കാർഡുകൾ ഇറക്കുന്നതും സ്ഥാനാർത്ഥികളുടെ ഹൈലൈറ്റാണ്. മതിലുകളിലും കവലകളിലും പോസ്റ്ററും ഫ്ലെക്സും വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രചാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തന്നെയാണ്. അണികളാകട്ടെ കമന്റ് ബോക്സിൽ പൊരിഞ്ഞ യുദ്ധത്തിലുമാകും. ഡീനും ജോയ്സും സംഗീതയും ഇടുക്കിയുടെ പരിചിത മുഖമെന്ന നിലയിലുള്ള വീഡിയോസും നവമാധ്യമത്തിൽ കസറുകയാണ്. 3 അഭിഭാഷകർ ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകതയും ഇടുക്കിക്കുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയൊരു ടീം തന്നെയാണ് ഈ സ്ഥാനാർത്ഥിമാർക്കുള്ളതും. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയവയിലെല്ലാം ഒരേപോലെ പ്രചാരണം കത്തിക്കയറുന്നു. അടുത്ത ദിവസത്തെ പരിപാടിയുടെ ചാർട്ടും തലേ ദിവസം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. പൊരിവേലിൽ നടത്തുന്ന പ്രചരണത്തിനൊപ്പം നവമാധ്യമ പ്രചാരണവുമുണ്ടെങ്കിലും ഇടുക്കി ആർക്കൊപ്പമെന്ന് കണ്ടറിയണം. ന്യൂസ് 18 ഇടുക്കി. വടകരയിൽ വനിതകളുടെ മഹാസംഗമം ഒരുക്കി LDF. കെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് സംഗമം നടന്നത്. കോട്ടപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ പങ്കാളികളായി. PB അംഗം വൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം ഐശ്വര്യയുടെ നിറയെ ചുവന്ന പൂക്കൾ എന്ന നൃത്ത കലാരൂപവും അരങ്ങേറി. തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് സംഘം ചെമ്മണ്ണാർ ഭാഗത്ത് പരിശോധന നടത്തി. 18 ലിറ്റർ മദ്യവുമായി ഒരാൾ പിടിയിലായി. വാഹനവും കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ നെടുങ്കണ്ടം കോടതി റിമാൻഡ് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാംഘട്ട പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉപ്പുതറയിലെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി. കണ്ണമ്പടി ആദിവാസി മേഖല, 3ാം ഡിവിഷൻ തോട്ടം മേഖല എന്നിവിടങ്ങളിലാണ് പ്രചരണം നടത്തിയത്. വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. തോട്ടം ആദിവാസി മേഖലകളിൽ സ്ഥാനാർത്ഥികൾ വോട്ട് തേടി. കോഴിക്കോട് മുക്കത്ത് വോട്ടർ പട്ടികയിലെ ഭിന്നശേഷിക്കാരുടെ ലിസ്റ്റ് കൊടുക്കുന്നതിൽ വ്യാപക ക്രമക്കേട് നടന്നതായി പരാതി. മുക്കം നഗരസഭാ മണ്ഡലം UDF കമ്മിറ്റി പ്രതിഷേധിച്ചു. നീലേശ്വരം വില്ലേജ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. മുക്കം നഗരസഭ UDF കൺവീനർ മധു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരെ കണ്ടെത്തി ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്നാണ് പരാതി. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ നടക്കും. രാവിലെ 10 മണിക്ക് കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപമാണ് കൺവെൻഷൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. കോതമംഗലം അസംബ്ലി മണ്ഡലത്തിലെ 8 പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും പ്രവർത്തകർ പങ്കെടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ-പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6330 രൂപ, പവന് 50,640 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5295 രൂപ, പവൻ 42,360 രൂപ. വെള്ളി ഗ്രാം 82 രൂപ, കിലോ 82,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. രീതിയിൽ വ്യാഖ്യാനം